കർത്താവിൻ്റെ മരണം മരണത്തിൻ്റെ മരണമായിരുന്നു എന്ന് പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിനാണ്. മോർസ് ഡോമിനി മോർസ് മോർട്ടിസ് എസ്റ്റ്, അതായത് ദ ഡെത്ത് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഡെത്ത് ഇറ്റ്സെൽഫ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രസംഗങ്ങളിൽ 233 പ്രസംഗമായി പ്രസാദനം ചെയ്തിട്ടുള്ള ആ പ്രഭാഷണത്തിലാണ് പ്രകാരം പറയുന്നത്, കർത്താവിൻ്റെ മരണം മരണത്തിൻ്റെ മരണമായിരുന്നു. ആ പ്രസംഗത്തിൽ പിന്നീട് പറയുന്നത് ഇതാണ്: ദ ഡെത്ത് ഓഫ് ദ ലോർഡ് ഷുഡ് ബി അവർ ഗ്രേറ്റസ്റ്റ് ഹോപ്പ് ആൻഡ് ഗ്ലോറി. അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും മഹത്വവുമായിരിക്കണം ക്രിസ്തുവിൻ്റെ മരണം. തുടർന്ന് എഴുതുന്നു, ദ ഡെത്ത് ഓഫ് ദ ലോർഡ് വാസ് ദ ഡെത്ത് ഓഫ് ഡെത്ത്, ദ ലൈഫ് ഓഫ് ഓൾ. എല്ലാവർക്കും ജീവൻ നൽകുവാൻ വേണ്ടിയുള്ള മരണമായിരുന്നു ക്രിസ്തുവിൻ്റെ. അങ്ങനെ ക്രിസ്തുവിൽ മരണം പ്രാപിക്കുന്നവർക്കുള്ള വലിയ കൃപയാണ് ഈ ഒരു പ്രത്യാശയും ഈ മഹത്വത്തിലേക്കുള്ള കടന്നുപോകലും. വിശുദ്ധ വചനത്തിൽ വേരൂന്നിക്കൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 55 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തെ വിജയം ഗ്രസിച്ചു. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ധ്വംസനം എവിടെ? നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഒരു പുതിയ വിജയം നമുക്ക് കരഗതമായിരിക്കുന്നു. അതുകൊണ്ടാണ് അഗസ്റ്റിൻ പറഞ്ഞത്, കർത്താവിൻ്റെ മരണം മരണത്തിൻ്റെ മരണമാകുന്നുവെന്ന്. മരണത്തിൻ്റെ വീര്യവും വിഷവും അതേപോലെ തന്നെ വൈഷമ്യവും ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഇല്ലാതാക്കി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മരണം എന്ന് തലക്കെട്ട് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നാം കാണുക. അനന്തരം അവിടുന്ന് എല്ലാം നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ ചവർപ്പുള്ള വീഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവർ ചവർപ്പുള്ള ആ വീഞ്ഞിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ കൈമാറി. എല്ലാം പൂർത്തിയായിരിക്കുന്നു. തെത്തലെസ്തായ് എന്നാണ് ഗ്രീക്കിലെ ആ വാക്യം. യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ ആ പദം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഓട്ട മത്സരത്തിൽ ഓടിയെത്തുന്ന ആ വിജയിയായ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ തനിക്ക് ലഭിച്ച ആ ഷീൽഡിൽ, അവാർഡിൽ, വിജയക്കപ്പിൽ ഇങ്ങനെ മുത്തമിട്ട് ആഹ്ലാദത്തോടുകൂടെ വിജയപ്പേര് മുഴക്കുന്ന വാക്കാണത് തെത്തലെസ്തായ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു ആ കാൽവരിയിലെ കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ അതൊരു പരാജിതൻ്റെ അവസാന വചസ്സുകളായിരുന്നില്ല. പ്രത്യുത താൻ ഏത് ദൗത്യത്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു, ആ ദൈവപിതാവിൻ്റെ വിശുദ്ധഹിതമനുസരിച്ച് ആ ദൗത്യം വിജയപ്രദമായി പൂർത്തീകരിച്ചതിൻ്റെ ആഹ്ലാദത്തിൻ്റെ വാക്കുകളായിരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണം മരണത്തിൻ്റെ വിജയമായി മാറുന്നു, മരണത്തിൻ്റെ മരണമായി തീരും. വിശുദ്ധ അഗസ്റ്റിൻ എഴുതുന്ന ഇതാണ്: അങ്ങനെ ദ പാരഡോക്സ് ഓഫ് ദ ക്രോസ്, അതായത് കുരിശിൻ്റെ പരസ്പര വിരുദ്ധത ഇതാണ്. അപമാനത്തിൻ്റെ സ്ഥലം ഇതാ മഹത്വത്തിൻ്റെ വേദിയായി മാറുന്നു. മരണത്തിൻ്റെ ആയുധം ഇതാ ജീവന്റെ ഉപകരണമായി തീരുന്നു.
തോൽവി പോലെ തോന്നിയത് ഇതാ വലിയ വിജയം ആയി മാറിയിരിക്കുന്നു. അങ്ങനെ മരണം ആഘോഷമായി തീരുന്നു. ജീവിതം നിത്യജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകലായി മാറുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇതാണ്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിപൂർണതയുടെ നിമിഷമാണ്, മുഹൂർത്തമാണ്. കർത്താവ് തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെ വിജയമായി അവിടെ ആഘോഷിക്കുക. യഥാർത്ഥത്തിൽ അപ്രകാരം മരണത്തെ വിജയമായി കണ്ട എത്രയോ പേരുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ആ വിശുദ്ധൻ 1226 ഒക്ടോബർ മാസം 3-ാം തീയതി ഈ ലോകത്തിൽ നിന്നും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയിലേക്ക് കടക്കുന്നു പോകുന്നതിന് മുൻപ് അദ്ദേഹത്തെ എന്നും മരണം സിസ്റ്റർ ഡെത്ത് എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ സഹോദരി മരണമേ എന്നാണ്. പ്രത്യേകിച്ച് 800 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ആ സൃഷ്ടിയുടെ ഗീതത്തിൽ ദ കാൻഡിക്കിൾ ഓഫ് പ്രീച്ചർ, അതിൽ മരണത്തെ വിളിക്കുക മരണമേ സഹോദരി എന്നാണ്. തൻ്റെ ആ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ, നിത്യതയിലേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ അനുചരന്മാരോട്, കൂടെയുള്ളവരോട് അസീസിയിലെ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടത് ഇതാണ്: താൻ ഈ കടന്നു പോകുന്ന അവസരം നിങ്ങളാരും ദുഃഖമായി ആചരിക്കുന്നത് പ്രത്യുത ഒരു ആനന്ദത്തിൻ്റെ അവസരമാകട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: എന്നെ പരിപൂർണ നഗ്നനാക്കി നിലത്ത് കിടത്തുക. അങ്ങനെ യേശു കാൽവരി മലയിലെ ആ കുരിശിൽ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഉടുതുണി പോലും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോയതുപോലെ പോകണമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ആഗ്രഹം. അതിനെപ്പറ്റി ബോബി അച്ഛൻ മനോഹരമായി വിവരിക്കുന്നത് ശ്രദ്ധേയമാണ്. കവിത പോലെ മനോഹരമായിരുന്നു അയാളുടെ കടന്നുപോക്ക്. ഇത്ര കാലം നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കിനി ആരംഭിക്കാം എന്നായിരുന്നു ഫ്രാൻസിസിന്റെ അന്ത്യമൊഴികളിലൊന്ന്. നഗ്നനാക്കി വെറും നിലത്ത് കിടത്താൻ ആവശ്യപ്പെട്ടു. പിറവിയിലെന്ന പോലെ നഗ്നതയുടെ നിഷ്കളങ്കതയിൽ മടങ്ങിപ്പോയ അയാൾ ആരെയൊക്കെയാണ് ഓർപ്പിക്കുന്നത്? അപരാധത്തിന് മുൻപുള്ള ആദവും ഹവയും. അനുസരണം പൂർത്തിയാക്കി കുരിശിന്റെ വക്ഷസിൽ നഗ്നനായി മടങ്ങിപ്പോയ യേശു. തെരുവിലൂടെ ഭക്തിയുടെ ഉന്മാദത്തിൽ ചുവടുവയ്ക്കുന്ന അക്ക മഹാദേവി. ദിക്കുകളെ വസ്ത്രമായി ധരിച്ചു എന്ന സങ്കല്പത്തിൽ നടന്നു പോകുന്ന ദേശത്തിലെ ദിഗംബര ജൈനർ. അങ്ങനെ ഈ സർവസംഘ പരിത്യാഗിയായി ദിഗംബരായി ഈ ലോകം മാത്രം, ഈ ലോകത്തിന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ സന്യാസിമാരെ ഓർത്തുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ച് നഗ്നതനായി കിടത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. പിന്നീട് അവർ തൻ്റെ ചുറ്റുമുള്ള ആ സഹോദരോട് പറഞ്ഞു: 141-ാം സങ്കീർത്തനം എനിക്ക് വേണ്ടി നിങ്ങൾ വായിക്കണം. നമുക്കറിയാം ആ 141-ാം സങ്കീർത്തനം: ദൈവമേ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. അവിടെ നാം കാണുന്ന ഇതാണ്: എനിക്കായി തിടുക്കം കൂട്ടണമേ. അങ്ങനെ ആ മരണത്തിലേക്കുള്ള ആ യാത്ര എത്രയും വേഗം ആകട്ടെ എന്നായിരിക്കണം ആ സങ്കീർത്തന വാക്കുകളുടെ അന്തസത്ത. അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ സ്വരത്തിന് ചെവി ചായ്ക്കണമേ. തിരുസന്നിധിയിൽ ധൂപാർച്ചനയായി എൻ്റെ പ്രാർത്ഥനയും സായാഹ്നത്തിൽ ധാന്യയാഗമായി എൻ്റെ കരതലമുയർത്തലും എണ്ണപ്പെടട്ടെ. അങ്ങനെ ആ 141-ാം സങ്കീർത്തനം അവർ ചുറ്റുമുണ്ടായിരുന്ന തൻ്റെ സഹോദരർ ഒരുമിച്ച് ആലപിച്ചുകൊണ്ട്, പിന്നീട് അസീസിയിലെ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടിരുന്നു യേശുവിൻ്റെ ആ അന്ത്യ വിനാഴിക, പ്രത്യേകിച്ച് കാൽവരിയിലെ കുരിശിൽ പിഴഞ്ഞു മരിക്കുന്നതിനെ പറ്റിയും ഉദ്ധാനത്തിൻ്റെയും ആ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കണം. അങ്ങനെ അത് വായിച്ച്
അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇതാ അവർ കഴിഞ്ഞിരുന്ന ആ മാലാഖമാരുടെ രാജ്ഞിയുടെ ആ കൊച്ചു കപ്പേളയുടെ മുകളിൽ പക്ഷികളിങ്ങനെ ആനന്ദ നൃത്തം, ആനന്ദത്തിൻ്റെ അലേടികൾ പോലെ ചുറ്റും പറക്കുവാൻ തുടങ്ങിയെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഈ കടന്നു പോകൽ അല്ലെങ്കിൽ ട്രാൻസിത്തൂസ്, ഈ ലോകത്തിൽ നിന്നും നിത്യതയിലേക്കുള്ള യാത്ര ഒരു ആഘോഷമായിട്ടാണ് അസീസിയിലെ ഫ്രാൻസിസ് കണ്ടത്. ഒരു ശാന്തതയിലൂടെ, സന്തോഷത്തിലൂടെയുള്ള നിത്യതയിലേക്കുള്ള യാത്ര. കാരണം മരണത്തെ ജയിച്ച ക്രിസ്തുവിലേക്കുള്ള കടന്നു പോകലായിരുന്നു അസീസിയിലെ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കടന്നു പോകൽ. നമുക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ ദൈവത്തിൽ സമർപ്പിതമാകുമെങ്കിൽ തീർച്ചയായും ജീവിതം അപ്രകാരമുള്ള ഒരു കടന്നൽ പോകലായി നമുക്കും അനുഭവേദ്യമാകും. ലിയോനാർഡോ ദാവിഞ്ചിയാണ് ഇപ്രകാരം പറഞ്ഞത്: ഒരു ദിവസം നന്നായി ചെലവഴിച്ചാൽ അന്നു രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയും. ജീവിതം നന്നായി ജീവിച്ചു തീർത്താൽ നന്നായി മരിക്കുവാനും കഴിയും. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, മറ്റുള്ളവർക്ക് ആശ്വാസമായി ജീവിച്ചാൽ ഒരു ദിവസം നന്നായി ചെലവഴിച്ചു കഴിയുമ്പോൾ നിദ്രയിലേക്ക് സുഖമായി കിടന്നുറങ്ങുവാൻ പറ്റുന്നത് പോലെ ഈ ജീവിതം അനുഗ്രഹപ്രദമായി ചെലവഴിച്ചു കഴിയുമ്പോൾ ഇതാ നമുക്കും മറ്റുള്ളവരിലേക്ക് കടന്നു പോകാൻ, ആ നിത്യതയിലേക്ക് കടന്നു പോകുന്ന ഒരു ആഘോഷമായി മാറ്റാനാകും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം ക്രിസ്തുവുമായി നിത്യസഹവാസത്തിൽ ആകുവാനുള്ള ആ സൗഭാഗ്യം എനിക്കുണ്ടാകും. വിശുദ്ധ കൊച്ചുത്രേസ്യയും ഇതുപോലെ തന്നെ ഞാൻ മരിക്കുകയല്ല, ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ലോകത്തു നിന്നുള്ള ആ കടന്നു പോകൽ യഥാർത്ഥത്തിൽ ആ നിത്യതയിലേക്കുള്ള യാത്രയായിട്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയും വിവരിച്ചിരുന്നത്. കാരണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഇതാണ്: അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും, ഡെത്ത് ഷാൽ ബി നോ മോർ. അങ്ങനെ മരണത്തിൻ്റെ ആ ദുഃഖം നമ്മിൽ കടന്നു വരില്ല. പ്രത്യുത നമ്മുടെ ജീവിതം അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്കാണ് കടന്നു പോകുക. ജോൺ ഡൺ എന്ന വിഖ്യാതനായ ആംഗലേയ കവി, അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന ഒരു സുന്ദരമായ കവിതയുണ്ട്. മരണമേ നീ അഹങ്കാരിക്കാതിരിക്കുക എന്നുള്ള കവിത, ഡെത്ത് ബി നോട്ട് പ്രൗഡ്. അതേ ആ കവിതയിൽ കുറിക്കുന്ന ഇതാണ്: ഡെത്ത് ബി നോട്ട് പ്രൗഡ്, ദോ സം ഹാവ് കോൾഡ് ദീ മൈറ്റി ആൻഡ് ഡ്രെഡ്ഫുൾ. ചിലർ മരണമേ നിന്നെ ഇങ്ങനെ കരുത്തും ഭീതി പൂണ്ടതുമായി നിന്നെ വിവരിച്ചിട്ടുണ്ടെങ്കിലും ഡെത്ത് ബി നോട്ട് പ്രൗഡ്, ഫോർ ദൗ ആർ നോട്ട് സോ. നീ അപ്രകാരം കരുത്തുള്ളതല്ല എന്നാണ് ജോൺ ഡൺ ഈ കവിതയിൽ പറയുക. ദൗ ആർട്ട് സ്ലേവ് ടു ഫേറ്റ്, ചാൻസ് ആൻഡ് ഡോസ്റ്റ് വിത്ത് പോയ്സൺ, വാർ ആൻഡ് സിക്നസ് ആസ് വെൽ. നീ പലരുടെയും അഭിപ്രായം കരുത്തുറ്റതാണെന്ന് നീ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നീ എല്ലാവരുടെയും അടിമയാണ്. കാരണം രോഗവും വിഷവും മറ്റ് ഇതുപോലുള്ള പ്രതിസന്ധികളുടെയും എല്ലാം വരുമ്പോഴാണ് നിനക്ക് പ്രവേശിക്കാനാകുക. വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ് ബി എവേക്ക് ഇറ്റേണലി. ഇതാ ഒരു ചെറിയ ഒന്നുറങ്ങിയാൽ നാം ഉണർന്നെഴുന്നേൽക്കുന്നത് നിത്യതയിലേക്കാണ്. പിന്നെ മരണമില്ല. ആൻഡ് ഡെത്ത് ഷാൽ ബി നോ മോർ, ഡെത്ത് ദൗ ഷാൽ ഡൈ. അതാണ് ജോൺ ഡൺ പറയുക. ഞാനൊന്നുറങ്ങിയാൽ പിന്നെ ഉണരുന്നത് നിത്യതയിലാണെങ്കിൽ പിന്നെ മരണമേ, നിന്റെ മരണമല്ലേ അത്. അപ്പോൾ ഈ നാം ഭീതി ആളുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന മരണത്തെ മുൻപിൽ ആ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യതയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന് അറിയുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ജീവിതം എന്നും ഒരു നേട്ടമായി തീരും. ക്രിസ്തുവിൻ്റെ മരണം ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു എന്ന് വിനായക് നിർമ്മലിൻ്റെ നിദ്ര, ഇറ്റേണൽ ജേർണി
ടു ദ ഫാദേഴ്സ് ലാപ്പ് എന്ന ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് എത്രയോ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ 11-ാമത്തെ ഭാഗത്ത് വിവരിക്കുന്നത് ഏറ്റവും സൗന്ദര്യപൂർണമായ ഒരു മരണം എന്നാണ് ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി വ്യാഖ്യാനിക്കുക. അതിലൊരു 1-2 പ്രധാനപ്പെട്ട കാരണങ്ങൾ മാത്രം എടുക്കാം. എന്തുകൊണ്ട് ഏറ്റവും സൗന്ദര്യപൂർണമായ കടന്നു പോകലായിരുന്നു ക്രിസ്തുവിൻ്റെ എന്ന് പറയുവാൻ? ഒന്ന്, ക്രിസ്തുവിൻ്റെ മരണം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു. അതുകൊണ്ടാണ് മരണത്തിൻ്റെ തലേന്നാൾ ആ കുരിശിൻ്റെ പാതയിലൂടേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ഇങ്ങനെ അപ്പം കയ്യിലെടുത്ത് ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുക, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അങ്ങനെ അടയാളങ്ങളും ഓർമ്മകളും സമ്മാനിച്ച ഒരു രാത്രിയായിരുന്നു ആ മരണത്തിൻ്റെ തലേന്നാൾ. അങ്ങനെ ഓർമ്മയാകുന്ന വിധത്തിലുള്ള ഒരു കടന്നു പോകലാകുമ്പോൾ ജീവിതം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ക്രിസ്തുവാകുമ്പോൾ മരണം നമുക്കും നേട്ടമാകുന്നു. നാം പ്രകാശിപ്പിക്കുന്ന ആ സ്നേഹം കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് കരുതൽ കൊടുത്തുകൊണ്ട് നാമും കടന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതം ക്രിസ്തുവിൻ്റെ ആ മരണത്തെ പോലെ നമ്മുടെയും ഈ ജീവിതത്തിലുള്ള യാത്ര ഏറ്റവും മനോഹരമായ ഒന്നായി, മറ്റുള്ളവർക്ക് ഓർമ്മിക്കാൻ നന്മ മാത്രമുള്ള ഒന്നായി കടന്നു പോകുന്നു. രണ്ടാമത്തേത്, ക്രിസ്തുവിൻ്റെ മരണം ഇത്ര മനോഹരമാകാൻ കാരണം എല്ലാം ആ ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ടായിരുന്നു തൻ്റെ അനുദിന ജീവിതം. മാത്രമല്ല, ഏറ്റവും അവസാനം അല്പം മുൻപ് വായിച്ചു കേട്ടതുപോലെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം കണ്ടതുപോലെ, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് തൻ്റെ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറണം. അതായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എന്നും ശ്രദ്ധിച്ചിരുന്ന, കരുതലോടുകൂടെ പാലിച്ചിരുന്ന കാര്യം. മൂന്നാമതായി, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു കടന്നു പോകലായിരുന്നു യേശുവിന് തൻ്റെ മരണം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായ ജീവിതമെന്ന ആ ദാനം, അത് ഏറ്റവും സമ്പന്നമായ ഒരു സമർപ്പണം, സമ്മാനം, അത് എത്രയോ മനോഹരമാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ജീവിതം. ഇങ്ങനെ മാർട്ടിൻ ഹൈഡഗറാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്: മനുഷ്യനെ നിർവചിക്കുന്നത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവൻ. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇങ്ങനെ എന്നും ഇവിടെ കഴിയേണ്ടവരല്ല, നാം മരണത്തിലേക്ക്, ബീയിങ് അൺടു ഡെത്ത് എന്നാണ് മാർട്ടിൻ ഹൈഡഗർ പറയുക. അങ്ങനെ നമ്മുടെ ഈ ജീവിതം മരണത്തിലേക്ക് കിടക്കുക, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ആ നിത്യതയിലേക്കുള്ള കടന്നു പോകൽ. സംസ്കൃതത്തിൽ ഇപ്രകാരം ഒരു ശ്ലോകമുണ്ട്: അനായാസേന മരണം വിനാനന്യേന ജീവിതം. അതായത് വിനകളില്ലാതെ മറ്റുള്ളവർക്ക് നന്മകളും സന്തോഷവും അനുഗ്രഹവുമായിട്ടുള്ള ജീവിതം, അങ്ങനെ ത്യാഗ ജീവിതം നയിക്കുന്നവർക്ക് മരണം ശാന്തമായ ഒരു കടന്നു പോകലായി തീരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ സേവന പാതയിൽ, ആ ശുശ്രൂഷ പാതയിൽ മറ്റുള്ളവരോടുള്ള കരുതലും കാരുണ്യവും ആയി ജീവിതം പിന്തുടരുന്നവർക്ക് മരണമെന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമായി മാറും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുക: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അങ്ങനെ മരണം ആഘോഷമാകാൻ, മരണം ഒരു നേട്ടമായി മാറാൻ ഞാൻ ക്രിസ്തുവിൻ്റെ ആ പാത, സ്നേഹത്തിൻ്റെ പാതയിൽ എന്നും പിഞ്ചെന്ന് കടന്നു പോകണം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആ മഞ്ഞുമലയിൽ ഇടിച്ച് വലിയ ദുരന്തമുണ്ടായി. ടൈറ്റാനിക് എന്ന ആ ആഡംബര കപ്പൽ 1912 ഏപ്രിൽ മാസം 15-ാം തീയതി തകർന്ന് താണ അവസരത്തിൽ അന്ന് വെളുപ്പിന് 2 മണിക്ക് ആ കപ്പൽ ബാൻഡ് ആലപിച്ചിരുന്ന് പറയപ്പെടുന്ന ആ ഒരു ഗീതം ശ്രദ്ധേയമാണ്. അതാണ് ടൈറ്റാനിക് എന്ന ആ സിനിമയിലും വീണ്ടും ആ കപ്പൽ അപകടത്തിൽപ്പെട്ട് താഴുന്ന അവസരത്തിൽ
ബാൻഡ് വായിക്കുന്നത്, നിയറർ മൈ ഗോഡ് നിയറർ ടു thee, even though it be a cross that raises thee, still all my song shall be nearer my God to thee. അതായത്, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് ഞാൻ വഹിച്ച എന്നാലും എൻ ഗീതമൊന്നുമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ ആ ദൈവവുമായുള്ള സഹവാസം, ദൈവത്തിലേക്ക് ഒന്നു ചേർന്നുള്ള ഒരു ജീവിതം, അതാണ് ഏറ്റവും അനുഗ്രഹീതമായ കടന്നുപോകൽ. സാറ ഫ്ലവർ ആഡംസ് 1841 എഴുതിയ ഒരു ഗാനമാണ്, ഒരു കവിതയാണ് അത്. ദൈവമേ അങ്ങയോടൊപ്പമുള്ള എൻ്റെ യാത്ര, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം. അപ്രകാരം കടന്നു പോകുന്ന ജീവിതമാണ് ഏറ്റവും ധന്യമായ ജീവിതം. റെയ്നർ മരിയ റിൽക്കെ എന്ന ഒരു ജർമ്മൻ കവി 51 വയസ്സിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം തൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചത് ഡെത്ത് എന്ന തലക്കെട്ടുള്ള, മരണം എന്ന ശീർഷകമുള്ള ഒരു കവിതയാണ്. അതിൽ അദ്ദേഹം എഴുതിയിരുന്നു, പഴത്തിനുള്ളിലെ വിത്തെന്ന വിധം നാം മരണത്തെ കൊണ്ടു നടക്കുന്നു. യഥാർത്ഥത്തിൽ ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ നമ്മുടെ കൂടെ മരണമുണ്ട്. പക്ഷേ ആ മരണം കഴിഞ്ഞ് ഈ ലോകത്തിൻ്റെ ജീവിതം കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ ജീവിതം യഥാർത്ഥത്തിൽ ഒരു നിത്യതയിലേക്കുള്ള യാത്രയാണ്, അങ്ങനെ വിജയത്തിലേക്കുള്ള കടന്നു പോകലാണെന്ന് നാം തിരിച്ചറിയുമെങ്കിൽ സുനിശ്ചിതമായ ഈ മരണം നമ്മെ ഒരു വിധത്തിലും വേദനിപ്പിക്കില്ല. തീർച്ചയായും കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് ആ വിരഹത്തിൻ്റെ വേദനയും വിങ്ങലും ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കടന്നു പോകലായി മാറും. ഒരുപക്ഷെ ഒരു കർമ്മലീത്ത സന്യാസിനി ഇങ്ങനെ ശവമഞ്ചത്തിൽ പുഞ്ചിരിയോടെ കിടക്കുന്ന ആ മനോഹരമായ ഒരു വീഡിയോയും അതിനെപ്പറ്റിയുള്ള സന്ദേശവും നിങ്ങൾ ഓർക്കുമായിരിക്കും. ബ്യൂണസ് ഐറസിലെ പിയേഴ്സ്ഡോണിലെ കാർമൽ വില്ലയിൽ ദീർഘനാൾ രോഗശയ്യയിലായിരുന്ന സിസ്റ്റർ സിസിലിയ മരിയ എന്ന ആ സിസ്റ്റർ, അവരെപ്പറ്റി ആ കാലത്ത് ഫ്രാൻസിസ് പാപ്പ പോലും എടുത്തു പറഞ്ഞിരുന്നു. സിസ്റ്റർ മരിയയുടെ ആ മരണത്തെപ്പറ്റി ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം വാഴ്ത്തി പറഞ്ഞിരുന്നു. കാരണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദിവ്യനാഥനോടൊപ്പം നിത്യതയിലേക്ക് ഇങ്ങനെ പുഞ്ചിരിയോടുകൂടെ വശ്യതയാർന്ന ആ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മരണം എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഒരു മുഹൂർത്തമായിട്ടാണ് ലോകത്തെ മുഴുവൻ ആ സിസ്റ്റർ ഓർമ്മിപ്പിച്ചത്. പരേതരുടെ അന്തിമോപചാര കർമ്മങ്ങളിൽ പലപ്പോഴും നാം ആലപിക്കുന്ന വളരെ സുപരിചിതമായ ഒരു ഗാനം എഴുതിയത് പുണ്യശ്ലോകനായ ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കലാണ്. അത് എൻ്റെ വരികളിപ്രകാരമാണ്. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുത. പൂഴിയായ ദേഹവും മായയായ ലോകവും വേർപിരിഞ്ഞ് പോയിടുന്നു നിത്യമന്ദിരത്തിൽ എന്നാണ് പിതാവിൻ്റെ ആ കവിതയിലെ, ആ ഗാനത്തിലെ വരികൾ. വളരെ മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ വരികളും ആ ഗാനത്തിലുണ്ട്. അല്ലൽ തെല്ലും ഏറ്റിടാത്ത, ക്ലേശമേതും ഏശിടാത്ത, ശാന്തിഭൂവി പുൽകിടാൻ പോയിടുന്നു ഞാൻ മുത. വിശുദ്ധരോടൊത്തു വാഴുവാൻ, ഈശനെ പുകഴ്ത്തുവാൻ, ദൈവദൂതരോടൊത്തു നിത്യം സ്ത്രീത്വഗീതി പാടുവാൻ. അങ്ങനെ നമ്മുടെ ഈ ലോകത്തു നിന്നുള്ള കടന്നു പോകൽ ആ നിത്യതയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ ആ മാലാഖമാരോടും വിശുദ്ധരോടും മറ്റുള്ള സഹവാസത്തിലേക്കുള്ള യാത്രയാണെന്ന് നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായും അപ്രകാരമുള്ള ആ കടന്നു പോകൽ എത്രയോ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഓരോ മരണവും ജീവിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മരിച്ചവർ നമ്മെ ഓർപ്പിക്കുന്ന ഇതാണ്: ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിൽ എന്ന് നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. അതും കൊർണേലിയസ് പിതാവിൻ്റെ ആ കവിതയിലെ വരികളാണ്. നമ്മോട് ഓർപ്പിക്കുന്നത് ഇതാണ്: നല്ലൊരു ജീവിതം പോലെ കാമ്യമായ സ്വീകാര്യമായ മറ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
പഴത്തിൽ വിത്തെന്ന പോലെ മരണം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ആ കടന്നു പോകൽ എന്നും ആനന്ദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ അവസരമാകണം, ക്രിസ്തുവിൻ്റെ കടന്നു പോകൽ പോലെ. കാരണം അത് ദൈവപിതാവിൻ്റെ വിശുദ്ധ ഹിതമനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. ആ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്കുള്ള സ്നേഹസമർപ്പണമായിരുന്നു. നമ്മുടെയും ജീവിതം കടന്നു പോകും. സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണത്. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, അതുമാത്രം നമുക്കാർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതം വിശുദ്ധരും മറ്റ് അനുഗ്രഹീതരും നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഏറ്റവും നല്ലൊരു കടന്നു പോകൽ നമുക്കുണ്ടാകുവാൻ ഈ ജീവിതം കാരുണ്യത്തിൻ്റെ, കനിവിൻ്റെ ഒരു ജീവിതമാകട്ടെ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലാണ്, അങ്ങയുടെ കൃപയിലാണ്, അങ്ങയുടെ പരിപാലനയിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ഓരോ ദിനവും അങ്ങയുടെ സ്നേഹവും കരുതലും കാരുണ്യവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹമായി മറ്റുള്ളവർക്ക് മാറ്റുവാൻ ഇടയാക്കണമേ. അങ്ങനെ നിത്യതയിലേക്കുള്ള ആനന്ദപ്രദമായ ഒരു കടന്നു പോകലാകട്ടെ ഞങ്ങളുടെ ജീവിതം. ഞങ്ങളെന്നും അങ്ങയുടെ അനുഗ്രഹത്തിൽ നിലനിർത്തണമേ. ആമേൻ.